എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. മനഃശാസ്ത്രങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് അല്ലേ. ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പ്രത്യേകതകൾ ധാരാളം നമുക്ക് പറയാൻ കഴിയും. ആസ് എ ടീച്ചറാകാൻ പഠിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ശാഖയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നുള്ളത്. കാരണം ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞ ഒരു ടീച്ചർക്ക് കുട്ടികളുടെ ടീച്ചറായിട്ട് മാറാൻ കഴിയും. ക്ലാസ്സിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും അവർ പോലും അറിയാതെ മാറ്റിയെടുക്കാനും തിരുത്താനും ഇത്തരം ടീച്ചർമാർക്ക് കഴിയും. അതുപോലെ തന്നെ ക്ലാസ്സിൽ നടക്കേണ്ട ആക്ടിവിറ്റികളും കാര്യങ്ങളും ക്ലാസ്സിലുള്ള എല്ലാ ലെവൽ ഓഫ് ലേണേഴ്സിനെയും കാറ്റർ ചെയ്യുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്യാനും അവതരിപ്പിക്കാനും എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിച്ച ഒരു ടീച്ചർക്ക് ഈസി ആയിട്ട് കഴിയും. മാത്രവുമല്ല, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനും കുട്ടികളെയൊക്കെ ഫുൾ ടൈം ലൈവ് ആക്കി ഇരുത്താനും ഈ ഒരു ക്ലാസ് കഴിഞ്ഞിരുന്നില്ലെങ്കിൽ എന്ന് കുട്ടികളിൽ ഒരു ഫീൽ ഉണ്ടാക്കുന്ന രൂപത്തിൽ ക്ലാസ്സും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും കുട്ടികളെ അവളുടേതായ ലെവലിൽ അസസ് ചെയ്ത് മനസ്സിലാക്കാനും ഫീഡ്ബാക്ക് കൊടുക്കാനും ഒക്കെ ടീച്ചേഴ്സിനെ പ്രാപ്തരാക്കണമെങ്കിൽ അവർ എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നല്ലൊരു ടീച്ചറാകാൻ പോകുന്ന ആളുകൾ ഉറപ്പായിട്ടും എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നുള്ള ഒരു ഭാഗം നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം.